ആലപ്പുഴ ദേശീയപാതയിൽ വണ്ടാനത്ത് ഇന്നലെ രാത്രിയായിരുന്നു ഈ അപകടം. അഖിൽ കൃഷ്ണ, അച്ചു എസ് ദാസ് എന്നിവരാണ് മരിച്ചത്. രഘുനാഥ് നാരായൺ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ട്, അവരുടെ വീടിന് സമീപത്ത് ഉണ്ട്. രഘു, എപ്പോഴത്തേക്ക് ഇരുവരെയും പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും? മോത്തി, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ആ രണ്ട് കുട്ടികളും അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയുടെ സർവീസ് റോഡാണ് ഇത്. എന്തിനാണ് അവർ ഈ സർവീസ് റോഡിലേക്ക് കയറിയതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ദേശീയപാത ഇവിടെ ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പഴയ ദേശീയപാതയിലൂടെ തന്നെ ഗതാഗതം കടത്തിവിടുന്നുണ്ട്. പക്ഷേ ആളുകൾക്കൊക്കെ എപ്പോഴും ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ഈ സർവീസ് റോഡും നല്ല രീതിയിൽ പണിതിട്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് രണ്ട് സൈക്കിളുകാർ വരുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തോന്നുന്നു. ആ ഭാഗത്തു നിന്നാണ് സർവീസ് റോഡ് ആരംഭിക്കുന്നത്. ഒരു പക്ഷേ ആ കുട്ടികൾ തെറ്റിദ്ധരിച്ച് ഈ സർവീസ് റോഡിലൂടെ കയറി വന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു രാത്രിയിലൊക്കെ വളരെ സജീവമായിട്ടിരിക്കുന്ന ചായയൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെ ചായ കുടിക്കാൻ വന്നതായിരിക്കാം. എന്തായാലും രണ്ട് കുട്ടികൾ, 20 വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികളാണ് ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് നമ്മളിപ്പോൾ ഉള്ള ഈ സ്പോട്ടിൻ്റെ വെച്ചൊരു ലോറി മുൻപോട്ട്, അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ആ ബൈക്കിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് ലോറിയുടെ പിൻചക്രത്തിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രാരംഭമായിട്ട് മനസ്സിലാക്കുന്നത്. ആ സ്പോട്ടിൽ വെച്ച് തന്നെ പെൺകുട്ടി മരിച്ചു. തൊട്ടടുത്താണ്, ഇവിടെ നിന്നൊരു 100-200 മീറ്ററേ ഉള്ളൂ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. അവിടേക്ക് വളരെ വേഗത്തിൽ തന്നെ കുട്ടികളെ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയിട്ടില്ല. ഈ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 100-നടുത്ത് കിലോമീറ്റർ ഉണ്ട്. അരൂർ മുതൽ കൃഷ്ണപുരം വരെ ആലപ്പുഴ ജില്ലയിലൂടെ ദേശീയപാത കടന്നു പോകുന്നത് 100 കിലോമീറ്റർ, 95-100 കിലോമീറ്റർ ഇടയ്ക്ക് അത്ര വലിയ ഒരു സ്ട്രെച്ചിലാണ് ദേശീയപാത ആലപ്പുഴയിലൂടെ കടന്നു പോകുന്നത്. ഈ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം നമ്മൾ തന്നെ എത്രയോ തവണ വാർത്ത ചെയ്തതാണ്. ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം, വൈദ്യുതി വിളക്കില്ലാത്തത്, കൃത്യമായ ട്രാഫിക് ഡീവിയേഷൻ്റെ കൃത്യമായ ബോർഡ് വെക്കാത്തത്, ഇതൊക്കെ മൂലം 100-നടുത്ത ആളുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ മാത്രം മരിച്ചിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് വലിയ ഉയരപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഗർഡർ തകർന്ന് വീണ് ഒരു ഓട്ടോറിക്ഷ ഒരു ലോറി ഡ്രൈവറുടെ മുകളിലേക്ക് വീണ് ആ ലോറി ഡ്രൈവർ മരിച്ചത് സ്ഥിതി വരെ ആലപ്പുഴയിലുണ്ടായി. ഇത്തരത്തിൽ സാധാരണ നിലയിൽ നമ്മളെപ്പോഴും പറയാറുള്ള, പണ്ട് ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ ഈ ബണ്ട് കുത്തുക എന്ന് പറയും. അതായത് പാടത്തിന് ഉറപ്പ് നൽകാൻ വേണ്ടി ഈ ആറിൻ്റെയൊക്കെ തിട്ടയ്ക്ക് കുത്തുന്നതിനെയാണ്, ഒരു ചെളി വെച്ച് പിടിക്കുന്ന നിർമ്മിതിയാണ് ബണ്ട് കുത്തുക എന്ന് പറയുന്നത്. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ ജന്മിത്തമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർക്കുമായിട്ട് ശത്രുതയുള്ള ആളുകളെ ഈ ബണ്ട് ഉറപ്പിക്കാൻ വേണ്ടി അതിനകത്ത് ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു. അങ്ങനെ ബലി നൽകുന്നൊക്കെയുള്ള അവസ്ഥയൊക്കെ പണ്ടത്തെ കാലത്ത് ആലപ്പുഴയിലും അല്ലെങ്കിൽ അങ്ങനെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഈ മനുഷ്യരെ ബലി കൊടുക്കുന്ന ഒരു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാരണം ഈ നിർമ്മാണം ഒക്കെ നടത്തുന്നത് പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്നുള്ള കമ്പനികളാണ്. അവരൊക്കെ അവിടുത്തെ ഒരു രീതിയിലാണ് ഇവിടെ ഈ നിർമ്മാണം നടത്തുന്നത്. പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം അങ്ങനെയല്ല. ജനസാന്ദ്രത കൂടുതലാണ്, വാഹനത്തിൻ്റെ സാന്ദ്രത കൂടുതലാണ്. ദേശീയപാത നമുക്ക്